നമസ്കാരം. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഷെയർ മാർക്കറ്റിൽ വലിയ ക്രാഷ് സംഭവിച്ചു. ആ ക്രാഷ് സംഭവിച്ചതിൻ്റെ പേരിൽ JPC അന്വേഷണം വേണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. മോഡിയെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ അമിത്ഷായെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇറ്റ് എ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ് കമ്മിങ് ആസ് ഇറ്റ് ഡസ് ഫ്രം എ പേഴ്സൺ ഓഫ് ഹിസ് സ്റ്റാൻഡിങ്? അല്ല, അത് നമ്മളെ സാമ്പത്തികരുണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് ഏത് രീതിയിലാണ് സമൂഹത്തെ ബാധിക്കാൻ പോകുന്നതെന്ന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉത്കണ്ഠയിൽ വരാവുന്നതാണ്. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് അത്തരത്തിലുള്ള കൺസേൺ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പോസ്റ്റ് പോൾ സർവേ, ആ പോസ്റ്റ് പോൾ സർവേ എന്ന് പറയുന്നത് BJPക്ക് വലിയ തരത്തിലുള്ള ബൂമുണ്ടാക്കുന്നതായിരുന്നു. വൻ തരത്തിൽ, അതായത് നേരത്തെ എന്തെല്ലാം പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു അതിനനുസരിച്ച് 400 സീറ്റിനോടൊപ്പം എത്തിച്ചേരും, എല്ലായിടങ്ങളിലും വൻ ഭൂരിപക്ഷമായിരിക്കും. അങ്ങനെ കൂടുതൽ ശക്തനായിട്ടുള്ള ഒരു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തും എന്ന സെൻസാണ് ഈ പോസ്റ്റൽ സർവേ പുറത്തുവിട്ടിരുന്നത്. പക്ഷേ പോസ്റ്റൽ സർവേ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഷെയർ മാർക്കറ്റ് വലിയ കുതിപ്പുണ്ടായി. ഒരു എക്കണോമിക് ബൂമാണ് അതിനെ കാണുന്നത്. അത് കഴിഞ്ഞ് വോട്ടെണ്ണി തുടങ്ങിയ സമയത്ത് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ അജയനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ വോട്ടിൻ്റെ കാര്യത്തിൽ പിറകിൽ പോകുന്ന വാർത്തയും വരാൻ തുടങ്ങി. അതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് വരാൻ സാധ്യതയില്ല എന്ന തരത്തിൽ കരുതുകയും ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയറുകളൊക്കെ പിൻവലിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് പെട്ടെന്ന് അതുകൊണ്ടുണ്ടായ ഒരു വലിയ ബഹളമാണ് ഈ ഷെയർ മാർക്കറ്റിലെ ക്രാഷിന് കാരണമായി തീർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന ഒരഭിപ്രായ പ്രകടനമാണ് രാഹുൽ ഗാന്ധി നടത്തുകയും അതുകൊണ്ട് JPCക്കെതിരെ വലിയ ഒരു അന്വേഷണം നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി അന്വേഷണം നടത്തണം, അതിൽ പ്രധാനമായിട്ട് മോദിയുടെയും അതേപോലെ ഷായുടെയും പങ്കുണ്ട് എന്ന് പരിശോധിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൽ ഉത്തരവാദിത്വക്കുറവ് നമുക്കങ്ങനെ പറയേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ എപ്പോഴുമുള്ള ചുമതല എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതപ്പെടുത്തുക എന്നുള്ളത് തന്നെ. ഈ എല്ലാ ഇലക്ഷനും കഴിയുമ്പോൾ പണ്ടൊക്കെ സരിത S. നായർ കുറേ ആരോപണം കൊണ്ടുവരുമായിരുന്നു. ഇത് ഏകദേശം ആ ലെവലിലേക്ക് താഴ്ന്നു പോയില്ല എന്നുള്ളത് എൻ്റെ സംശയം. കാരണം ഒരു പാർട്ടി സ്റ്റേബിളായിട്ടുള്ളൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇവർ NDA നല്ല രീതിയിൽ വിജയിക്കും, അജയ്യനായിട്ട് മോഡി തുടരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഷെയർ മാർക്കറ്റ് ബൂം ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി. വ്യാഖ്യാനിക്കപ്പെടുന്നു എന്തെങ്കിലും ഒരു ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാനിക് സെല്ലിംഗ് ആണ്, അല്ലാതെ ദർ ഈസ് നൈദർ റൈം നോർ റീസൺ ഇൻ ദാറ്റ്. ജസ്റ്റ് പാനിക്കാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. പാനിക് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഇത് വലിച്ച് എറിയുന്നു വിൽക്കുന്നു എന്നുള്ള കണ്ടീഷൻ വരും. അപ്പോൾ മാർക്കറ്റിൽ ഇടിവ് വരും. അതിനൊക്കെ പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ അമിത്ഷായൊക്കെ ചീത്ത പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ചേർന്നാണ്. അല്ല, ഈ നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പലപ്പോഴും ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഉത്തരവാദിത്തപ്പെട്ട പ്രസ്താവനകൾക്ക് പകരമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതായിട്ടുള്ള പ്രസ്താവനകളാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ നിരുത്തരവാദിത്തമായിട്ടുള്ള നിരവധി പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ നടത്തിയത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമക്ഷേത്രം ഇടിച്ചു നിർത്തും എന്നുവരെയുള്ള അർത്ഥം വരാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അതൊക്കെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മാറി നിൽക്കുന്നതാണ് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാകാനായിട്ട് നല്ലത്. അപ്പോൾ ഇവിടെ ഈ ഷെയർ മാർക്കറ്റ് വിഷയം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവുന്നതാണ്. ഇൻവെസ്റ്റേഴ്സ് വെറുതെ പാനിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ വോട്ട് എണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ അവർ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ആടി ഉലയുന്ന ഒരു ഭരണകൂടമായിട്ട് പുതിയ ഒരു ഭരണകൂടം മാറിത്തീരും. സ്റ്റേബിളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് പാനിക്കാവുകയും അവരിതൊക്കെ പെട്ടെന്ന് വലിച്ചെറിഞ്ഞളയാൻ സെല്ല് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് ഷെയർ മാർക്കറ്റ് കുപ്പുത്തുന്നത്. പക്ഷേ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു, അത് റീഗെയിൻ ചെയ്തു, പ്രശ്നങ്ങളായിട്ട് അവസാനിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി പറയണത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് പോളിലും ഇടപെട്ട് എക്സിറ്റ് പോൾക്കാർ വ്യാജമായ എക്സിറ്റ് പോൾ തന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയണത്. അതിൽ വല്ല കഴമ്പുണ്ടോ? അല്ലേ, ഈ എക്സിറ്റ് പോളുകൾ നമ്മൾ വ്യാജമാണ് അല്ലെങ്കിൽ അത് റിയലാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അത് ഒരു ഗാംബ്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. അത് ഗാംബ്ലിംഗ് ആണ് അല്ലേ? എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് അവർ പറഞ്ഞു ഇറ്റ് ഇസ് കം മോർ ഓർ ലെസ് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നത്
യു പിയിലാണ് മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. യു പിയിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നില്ലായിരുന്നെങ്കിൽ ഈ എക്സിറ്റ് പോൾ മോറോർലെസ് ഇപ്പോൾ കേരളത്തിൽ സത്യമായിട്ടുള്ള എക്സിറ്റ് പോൾ നടത്തുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലും ആയിരുന്നേനെ. യു പിയിലെ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് സീറ്റ് അല്ല അവിടെ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എക്സിറ്റ് പോളൊക്കെ തെറ്റിപ്പോയില്ലേ? അല്ല തമിഴ്നാട്ടിലെ അല്ല അങ്ങനെ നമ്മളിപ്പോൾ ഈ ഗുജറാത്തിൽ കോൺഗ്രസ് ഒരെണ്ണം ജയിക്കും എന്നൊന്നും എക്സിറ്റ് പോളിലൊന്നും ഇല്ല. മനസ്സിലായി. അപ്പോൾ അത് എക്സിറ്റ് അല്ല അത് എക്സിറ്റ് പോളിൽ അതാണ് പറയേണ്ടത്. കാരണം കഴിഞ്ഞ 2 ഇലക്ഷനിലും ഈ ഇലക്ഷനിലും ബി ജെ പിക്ക് എന്ന് പറഞ്ഞാൽ തൂത്തുവാട്ടിലായിരുന്നു. ദേവർ സ്വീപ്പിംഗ്. ഇതിപ്പോൾ 20 മറ്റോ സീറ്റുള്ളതിൽ ഒരു സീറ്റ് പോയിട്ടുണ്ട്. അതിലിപ്പോൾ എന്താ അല്ല, എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കണക്കാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു പ്രവചനമാണ്. ആ പ്രവചനം എന്ന് പറയുന്നതിനിടയിൽ എക്സിറ്റ് പോൾ നടത്തുന്ന ആളുകളുടെ സാമ്പിളിംഗ് എത്രയാണോ ആ സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. അത് തെറ്റാവും ശരിയാവും. കൂടുതൽ ബൾക്ക് സാമ്പിൾസ് എടുക്കുമ്പോഴാണ് അത് കൂടുതൽ ശരിയാവാനായിട്ടുള്ള സാധ്യതകൾ. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പുറത്തു വരുന്നതിനെക്കുറിച്ച് അവർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അവർക്കൊരു സർവേ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് അന്നത്തെ മാർക്കറ്റ് നടക്കുകയുള്ളൂ. നമുക്കൊരു സർവേ ഇപ്പോൾ ഈ പോസ്റ്റ് പോൾ സർവേ എന്ന് പറയുന്നത് നമ്മളെ മാധ്യമങ്ങളൊക്കെ എത്ര കാര്യമായിട്ടാണ് ആഘോഷിച്ചത്. അതിലൂടെ എത്രമാത്രം പരസ്യമാണ്, എത്ര കോടികളാണ് ഒഴുകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മൊത്തം ബിസിനസ് ആകുമ്പോൾ ആ ബിസിനസ്സിന് ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ ഇതിനകത്തും ഉണ്ടായിരുന്നു എന്നേ നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തും ബിസിനസ്സാണ്. അതിനിടയിൽ കൂടെ നമ്മുടെ റിയാലിറ്റി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എക്സിറ്റ് പോളിൽ ഇപ്പോൾ ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് മെയിൻ ഒരു വ്യത്യാസം വ്യത്യാസം വളരെ വലുതാണ്. കാരണം എന്ന് വെച്ചാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്ന എന്താണ് 300 സീറ്റിലധികം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പി കിട്ടും. അങ്ങനെ ഏതാണ്ട് 395 സീറ്റ് വരെയാണ് പ്രവചിച്ചിരുന്നത് എൻ ഡി എക്ക്. അതെന്തായാലും കിട്ടിയില്ലല്ലോ. അത് കിട്ടിയില്ലെന്ന് കാരണങ്ങൾ അപ്രസക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സർവേ എന്ത് ചെയ്തു, സർവേയുടെ റിസൾട്ട് എന്ന് മാത്രം നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. കാരണങ്ങൾക്കൊരു പ്രസക്തിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്ന പോലെ നടക്കുമ്പോൾ നമ്മൾ പറയും സർവേ കറക്റ്റ്, അവർ പറയുന്ന പോലെ നടന്നില്ലെങ്കിൽ സർവേ തെറ്റ് എന്ന് പറയും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനില്ല എന്ന് ഒരു സർവേ കാരണം അവൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞ യു പിയോ വേറെ ഏത് സ്ഥലം എന്നുള്ളത് പ്രസക്തമല്ലെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇന്ത്യയുടെ മൊത്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവർ നടത്തിയിരിക്കുന്നതായിട്ടുള്ള അവരുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായത്. അപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സർക്കാർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സർക്കാർ എപ്പോഴും പ്രഷറിലായിരിക്കും, സമ്മർദ്ദത്തിലായിരിക്കും. ഈ കൂടെ വെക്കുന്നവരെ ഒന്നും നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ഈ ഷെയർ മാർക്കറ്റിലിരിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, നോക്കും. അത് നോക്കുന്ന സമയത്ത് അവർക്ക് തൃപ്തികരമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാം കഴിഞ്ഞ സമയത്ത് ഷെയർ മാർക്കറ്റ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് ഒരു പരിധി വരെയല്ല നല്ലപോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഈ കീഴ്പോട്ട് പോയത് അതേപോലെ കയറിപ്പോന്നു. ആദ്യം എന്തോ ഭയങ്കര തകർച്ച റൂളിംഗ് പാർട്ടിക്ക് വന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പ്രതീക്ഷിച്ച അത്രയും സീറ്റ് കിട്ടിയില്ല. ശരിയാണ്. അതിപ്പോൾ ഏത് ഇലക്ഷനിലായാലും ഇപ്പോൾ 3rd ടൈമല്ലേ വരുന്നത്. ഈവൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന് സീറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇത് ആരായിക്കഴിഞ്ഞാലും ഒരു ജനങ്ങളുടെ തീരുമാനമാണത്. ജനങ്ങൾ നിങ്ങളിങ്ങനെ ഭരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അത് മറ്റൊന്നുമായിട്ട് തരംപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം മോദിയുടെ കഴിഞ്ഞ 2 ടേം ഭരണം എന്ന് പറഞ്ഞതിനിടയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വേച്ഛാധിപത്യം അല്ലാതെ മണത്ത ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ ഭരിക്കൂ, പക്ഷേ നിങ്ങൾ സ്വേച്ഛാധിപതിയായിട്ട് ഭരിക്കേണ്ടതില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ജനവിധി ഉണ്ടാവുകയും ആ ജനവിധി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ തീരുമാനത്തിൻ്റെ വിജയമാണ്. മോദി ഭരിക്കുന്നതിൽ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ മോദിയുടെ ഭരണത്തിൻ്റെ രീതി ഈ മോദി ഗ്യാരണ്ടി അത് വേണ്ട എന്ന് തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ചത്. മോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്യാരണ്ടി ഒന്നും ഇന്ത്യക്ക് വേണ്ട എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളത്. എന്നാൽ മോദി ഭരിക്കട്ടെ എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം എന്താണ്, അപ്പുറത്തുള്ള പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കൊയിലേഷൻ മാത്രമാണ്. ആ കൊയിലേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം സ്റ്റേബിൾ ആണെന്ന് പരിശോധിക്കുന്നത് നമുക്കറിയാം. അതൊന്നിനുമല്ല, അവരുടെ ഭരണം ഏൽപ്പിക്കാനും പറ്റില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. സ്വേച്ഛാധിപതി വേണ്ടെന്ന് അങ്ങനെ തീരുമാനിക്കുന്നത്. കേരളത്തിൽ ഇമ്പ്രൂവ് ചെയ്തില്ലേ? തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ അവരുടെ വോട്ട് ഷെയർ ഹാസ് കൺസിഡറബിളി ഇമ്പ്രൂവ്ഡ്. കേരളം വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം, ഇവിടെയും വോട്ട് ഷെയർ വളരെ കൂടി. അതുകൊണ്ട് മോദി കഴിഞ്ഞ വർഷം ഭരിച്ചാൽ മതി എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൊടുക്കലാണ്. കേരളം, കർണാടക, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നുള്ളതല്ല പ്രശ്നം. അങ്ങനെ നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള സീറ്റ് കൊടുത്തിട്ടില്ല. നീ ഭരിച്ചോ, നിനക്ക് ഇത്രയൊക്കെ സീറ്റ് ഞങ്ങൾ തന്നിട്ടുണ്ട്,
ഇപ്പോൾ വളരെ നിയന്ത്രിച്ച് ആളുകളുടെ മക്കിട്ട് കയറാണ്ടൊക്കെ ഭരിക്കുക എന്നുള്ള സന്ദേശമാണ് അതിൻ്റെ അല്ല, നമുക്ക് നമ്മുടേതായ കൺക്ലൂഷൻ എടുക്കാം. പക്ഷേ ഈ യു പിയിലൊക്കെ പോയേക്കുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രശ്നമാണോ? അല്ല, എവിടെയും പോകുന്നത് അങ്ങനെയാണ്. അല്ല, മനസ്സിലായി? അല്ല, ഐ ഡോണ്ട് തിങ്ക്. അല്ല, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. യു പിയിലെ പ്രശ്നം ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് അവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് വികസനം പെട്ടെന്ന് വന്ന് ഇടിച്ചു കയറാണ്. എന്താ പറയുക, നമ്മുടെ ക്ലൗഡ് ബേഴ്സ്റ്റ് പോലെ പെട്ടെന്ന്. അപ്പോൾ ഈ റോഡുകളുടെയൊക്കെ വികസനവും മറ്റുള്ള കാര്യങ്ങളും പിന്നെ ബിൽഡിങ്സ് പണികളും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് അവിടെയുള്ള സാധാരണക്കാരൻ്റെ വീടുകൾ പലത് പോയിട്ടുണ്ട്. ഒരുപാട് വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും മറ്റ് പ്രോപ്പർട്ടിയൊക്കെ പോയിട്ടുണ്ട്. അതിന് പൈസയും കിട്ടിയിട്ടില്ല പലർക്കും. അതാണ് യു പിയിൽ പെട്ടെന്ന് ഒരു തിരിവിനുള്ള കാരണം ഉണ്ടായത്. അല്ലാതെ അതിൽ റിലീജിയസ് പൊളിറ്റിക്കൽ അത്ര വലിയ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ല, റിലീജിയസ് പൊളിറ്റിക്സ് എന്നല്ല, ഒരു പൊളിറ്റിക്കൽ, നമ്മളൊരു പൊളിറ്റിക്കൽ എന്താണ് ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ആ ടോട്ടൽ റിസൾട്ട് മനസ്സിലാക്കിയ സമയത്താണ് അതിൻ്റെ ഒരു പൊസിഷൻ ഇതാണ്: ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കൊടുത്തിട്ടില്ല. മനസ്സിലായേ? അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് എപ്പോഴും നല്ലതാണ്. കാരണം എന്താണ്? ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. ഇഷ്ടമുള്ളതിലെല്ലാം ചെയ്യാനായിട്ട് ഒരിക്കൽ പോലും ജനാധിപത്യത്തിൽ ആരും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഭരണഘടനാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന നമ്മളുടെ ഭരണഘടനയുടെ നിയമങ്ങൾ തന്നെ സർക്കാരിനെ ചെക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ചെയ്യുന്ന കോടതികൾ തന്നെ നിൽക്കുന്നത്. സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്, 3/2 ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ 4/1 ഭൂരിപക്ഷമുണ്ട്. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും ഏത് രീതിയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 4/1 4/3 ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ ഭൂരിപക്ഷം കൊണ്ട് എന്തും ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നില്ല. മനസ്സിലായി? ഇത് പണ്ട് ബ്രിട്ടനിൽ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടൻ ജയിച്ചു. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ അടുത്ത ഇലക്ഷനിൽ ഹി വുഡ് വിൻ ഹാൻഡ്സ് ഡൗൺ എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജനം വിൻസ്റ്റൺ ചർച്ചിലിനെ തോൽപ്പിച്ചു. അപ്പോൾ അതേപോലെ യു പിയിൽ ഇപ്പോൾ കുറച്ച് പേർക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ല, ജനങ്ങൾക്ക് വേണ്ടാത്ത ആളുകൾ തോൽപ്പിക്കട്ടെ, നമ്മളതിനകത്ത് ബോധർ ചെയ്യണം. അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ എക്കണോമിയെയും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇലക്ഷൻ റിസൾട്ടുകൾ മാറിക്കഴിഞ്ഞാൽ അതും വീണ്ടും വന്ന് ഭവിക്കുന്നത് സാധാരണക്കാരൻ്റെ തലയിലാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിസൾട്ടിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ ഷെയർ മാർക്കറ്റ് ആടി ഉലഞ്ഞെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം കുറേ കൂടി സ്റ്റേബിളായിട്ടുണ്ട്. ഈ ഭരണകൂടം വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോകുമ്പോൾ അത് കുഴപ്പമില്ല പോയിക്കും. അങ്ങനെ ഇന്ത്യൻ എക്കണോമിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഗവൺമെൻറ്റിനും കുഴപ്പമൊന്നുമില്ല, അവർ മാനേജ് ചെയ്ത് പോയിക്കോളും. എല്ലാം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്.